ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വീണ്ടും പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. പുതിയൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും ഇതൊരു പുതിയ സിനിമയാണ്. തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഈ ഒരു റിവ്യൂ നിങ്ങൾ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. അത് മാത്രമല്ല, ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. എൻ്റെ കുട്ടിക്കാലത്ത് നാഗവല്ലി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിനെ, ശോഭന അഭിനയിച്ച ആ ഒരു കഥാപാത്രത്തിനെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നിയ കുറേ സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് നാഗവല്ലിയുടെ ആ ഒരു തികഞ്ഞ ആട്ടം കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ, നാഗവല്ലിയുടെ നോട്ടവും നടത്തങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതൊരു പ്രേതമാണ് എന്ന് ചിന്തിച്ച ഒരു കുട്ടിക്കാലം. അപ്പോൾ കതവിനിടയിൽ നിന്ന് എത്തി നോക്കിയും അല്ലെങ്കിൽ കട്ടിലിനടിയിൽ കയറി ഒളിച്ചുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ നമ്മൾ നേരിട്ടേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചില സംഭവങ്ങളും എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും കട്ടിലിനടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാതിലിനിടയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ടുണ്ട്, നാഗവല്ലി പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഒരു ക്ലാസിക്കായി മാറിയെന്ന് ഫാസിൽ സാർ പോലും സമ്മതിച്ച ഒരു സിനിമ. ഞാനൊരിക്കലും അതിനെ ഒരു ക്ലാസിക് സിനിമ ആയിട്ടല്ല ചിത്രീകരിച്ചത്. പക്ഷേ ഭാവിയിൽ അത് ക്ലാസിക്കായി മാറി എന്ന് ഫാസിൽ സാർ അതിനെക്കുറിച്ച് പറയുമ്പോൾ സീരിയസ്ലി ജനങ്ങൾ ആ സിനിമയെ എത്രത്തോളം ഹൃദയത്തോളം ചേർത്തു എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു റിലീസ് ചെയ്ത് വരുന്നൊരു സിനിമയാണ്. സോ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാളത്തിലെ ലെജൻഡറി ആക്ടേഴ്സിനെ എല്ലാവരെയും, ഒരുപാട് പേരെ നമുക്ക് ആ വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല അവരുടെയൊക്കെ ഒരു പീക്ക് പെർഫോമൻസുകൾ, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കുതിരവട്ടം പപ്പു, KPC ലളിത, തിലകൻ, അങ്ങനെ എത്ര ആൾക്കാർ, എൻ്റെ അമ്മോ, ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ അത് സിംപ്ലി നമ്മൾ TV കാണുന്ന പോലെയല്ല, വലിയൊരു സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്ന ശോഭനയുടെ പെർഫോമൻസ്, ഇവരെല്ലാവരും എങ്ങനെയൊക്കെയാണ് ഈ വിഷ്വൽസിനെ അല്ലെങ്കിൽ ഈ കഥാപാത്രങ്ങളെ ഒരു ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തതെന്നുള്ളത് നമ്മൾ അതിശയിച്ചു പോകും. എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ അരയിൽ KPC ലളിതാമ്മ ആ ഒരു ചരട് കെട്ടാൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ വീണ്ടും കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന വിഷ്വൽസ് ആണ്. അതിനത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ KPC ലളിതാമ്മയുടെ തന്നെ ചില ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ള, അതായത് അല്ലിക്ക് വേണ്ടിയിട്ട് ആലോചിച്ച ഒരാളാണെന്ന് പറഞ്ഞിട്ടൊരു ചിരിയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, എന്ത് രസമാണ്! വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ 4K ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ, സൗണ്ട് ഡിസൈനിങ് ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, തുടക്കത്തിലുള്ള വേണുഗോപാലിൻ്റെ ആ ഒരു ശബ്ദത്തിന് എവിടെയും ഒരു വാല്യൂ കൊടുത്തില്ല. പണ്ട് കാലത്ത് സിനിമ ഇറങ്ങിയപ്പോൾ വേണുഗോപാലിൻ്റെ ആ ശബ്ദത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എവിടെ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, അത് വിട്ടുപോയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും ഉൾപ്പെടുത്താതെ പോയത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ തുടങ്ങുന്ന ആ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ആ ഗാനത്തിനും ഉണ്ട്. അപ്പോൾ പുതിയൊരു കാലത്തിലേക്ക് വരുമ്പോൾ, റിലീസ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിനും ആ അംഗീകാരം കിട്ടേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. കാരണം അദ്ദേഹത്തിന് അങ്ങനെ താഴെപ്പെടേണ്ട ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഒരുപാട് കഴിവുള്ള, ഒരുപാട് മികച്ച ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചൊരു മനുഷ്യനാണ്. സോ അത് അവരുടെ ഇടയിലുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ അദ്ദേഹത്തിന്റെ പേര് ഇന്നും ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. വേണുഗോപാലിനെയൊക്കെ അങ്ങനെ ഒഴിവാക്കേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അസിസ്റ്റന്റ് സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് ലാല്, പ്രിയദർശൻ എന്നിവരൊക്കെയാണ്. സോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര ലെജൻസിന്റെ എല്ലാമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ്. ഭയങ്കര പീക്കായിട്ടുള്ള ഒരു ഏരിയാസ് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഗംഭീര സിനിമയാണ്. ആ സൗണ്ട് ഡിസൈനൊക്കെ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമായിരുന്നു, എന്തൊരു രസമായിരുന്നു. പഴന്തമിഴ് പാട്ടുകയും ആ സാധനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഓഹ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ഒരു സാധനമല്ല, ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. അത്രയും അത്രയും എന്നെ ആ സിനിമ കണക്ട് ചെയ്തു. ദേവദൂതൻ കണ്ടപ്പോഴും ഇതേപോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു. സോ ദേവദൂതനകത്തേക്ക് വരുമ്പോൾ അത് മ്യൂസിക് ഓറിയന്റഡ് ആണ്, അതിനകത്തൊരു ഹൊറർ ടച്ച് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിങ്ങനെ വരുമ്പോൾ ഈ ശബ്ദങ്ങളുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര ക്വാളിറ്റിയിലാണ്. വിഷ്വലി നമ്മളിപ്പോൾ അതിനെ 4K ആക്കി മാറ്റി. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ ഓഡിയോയ്ക്ക് കിട്ടുന്നൊരു എഫക്റ്റ് ഉണ്ട്,
പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന കുറച്ച് സ്പീക്കേഴ്സിന്റെയും സൈഡിൽ നിന്ന് അങ്ങനെയുള്ള കുറച്ച് സ്പീക്കേഴ്സിന്റെയും മാത്രമാണ്. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു ഇപ്പൊ മണിച്ചിത്രത്താഴിലാണെങ്കിൽ ആ തബല കൊട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത്, ആ ശബ്ദം ഫുള്ള് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കറങ്ങും. അപ്പൊ അത് കിട്ടുമ്പോഴത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ദേവദൂതനിലൊക്കെ അത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതൊക്കെ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു ഭയങ്കര സുഖം. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഇതൊക്കെ മിസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരിക്കൽ ഒരു കാലഘട്ടത്തിനെ തന്നെ പിടിച്ചെടുത്തൊരു സിനിമയാണ്. ഇന്ന് വീണ്ടും അത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സീരിയസ്ലി നമുക്കും ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില സുവനീറുകൾ പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ചില സിനിമകളാണ്. സോ അത്തരത്തിലുള്ള സിനിമകളെ ഒന്നും മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, തിയേറ്ററിൽ പോയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസും ഭയങ്കര ഫ്രഷ്നെസ്സും തോന്നിയ ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും എക്സ്പ്രഷൻസ് ആണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും ഒക്കെ അമ്പു ഒരു രക്ഷയില്ല. അതൊക്കെ കൊണ്ടാണല്ലോ ഇവരെ ലെജൻഡറി ആക്ടേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. തിലകൻ ചേട്ടൻ്റെയൊക്കെ ആ പെർഫോമൻസുകളും KPC ലളിതാമ്മയുടെ, അതുപോലെ തന്നെ ഇന്നസെന്റ് ചേട്ടൻ്റെയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പോലും അതൊക്കെ ഇരുന്ന് കണ്ടിട്ട് ചിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിനകത്തെ ഫണ്ണൊക്കെ എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊച്ചു കുട്ടികൾ വരെ തിയേറ്ററിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടിട്ട് കൈവിട്ട് ചിരിക്കുമ്പോൾ അതിന് കിട്ടുന്നൊരു സ്വീകാര്യത എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. സോ അത്തരത്തിലുള്ള തമാശകളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ സിനിമകളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ഈ ലെജൻഡറി സംഭവത്തിനെയൊക്കെ നമുക്ക് തിയേറ്ററിൽ കിട്ടുമ്പോൾ അത് മിസ് ചെയ്യരുത്, പോയി കാണുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഒരു കുട്ടിക്കാലത്ത് നിന്ന് ഞാൻ ചെറിയ സ്ക്രീനിൽ കണ്ട ഒരു സംഭവത്തിനെ ഇന്ന് വീണ്ടും അതിൻ്റെ ഇരട്ടി ക്വാളിറ്റിയിൽ വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് വേറെ ലെവലാണ്. സോ കണ്ടു നോക്കുക. വീണ്ടും വീണ്ടും അത് ഈ TV കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും